നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളെ ചതിച്ചവരുടെ മുന്നിൽ നിങ്ങളുടെ വാല്യൂ എങ്ങനെ ഉയർത്താൻ സാധിക്കും. അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്, അല്ലെങ്കിൽ ഈ കാർഡ്സിലൂടെ നിങ്ങളുടെ വാല്യൂ ഉയർത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ മുൻപില് കുറച്ച് പ്രതിബന്ധങ്ങളുണ്ട്. ആ കപ്പ് പിടിച്ചു പോകുമ്പോൾ, ആ കുതിരപ്പുറത്തിരുന്ന് പോകുമ്പോൾ ആ വ്യക്തിയുടെ മുന്നില് ഒരു റിവർ ഉണ്ട്, ഒരു മലയുണ്ട്. അപ്പോ ഈ റിവറും മലയൊക്കെ, അതായത് ഈ കുറച്ച് പ്രതിബന്ധങ്ങൾ കടന്ന് പുറത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പ്രതിബന്ധങ്ങളെ കടന്ന് മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയാണ് പോകേണ്ടതും എന്നുണ്ട്. അതായത് കപ്പ്, ആ കപ്പിലെ ജലം, ആ സ്നേഹം, അത് തുളുമ്പി പുറത്തു പോവാതെ വളരെ സൂക്ഷ്മതയോടെ കുതിരപ്പുറത്ത് ഈ പ്രതിബന്ധങ്ങളെ കടത്തി നിങ്ങൾ അപ്പുറത്തെത്തണം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ആ പ്രതിബന്ധങ്ങളെല്ലാം കടന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തണമെന്നാണ് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത്. അതിന് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കാർഡ് തന്നെ ഏസ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ നാമ്പ്, ഒരു പ്രതീക്ഷയുടെ നാമ്പ്, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വരാൻ പോകുന്നത്. അതിനെ നിങ്ങൾ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും വേണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കി അതിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് നിങ്ങളൊരു സ്വാശ്രയത്വം നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു വേദനിച്ച് ഒരു നഷ്ടബോധത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങളെ തന്നെ വളരെ നന്നായി സ്നേഹിച്ച് സ്വയം സ്നേഹിക്കാനാണ് പറയുന്നത്. നിങ്ങളെ ചതിച്ചവരെ കുറിച്ച് ആലോചിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അവരോടൊപ്പമുള്ള സമയത്ത് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒരു വേളയിൽ അവർ നിങ്ങളെ ചതിച്ചിട്ട് പോയി കഴിയുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നിങ്ങളെ മാത്രം സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വാശ്രയത്വം നേടുക. അതായത് ഒരാളും നിങ്ങൾക്ക് കൂടെ ഇല്ലെങ്കിലും ആരില്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആ ഒരു പവർ അത് നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങളുടെ സൗന്ദര്യം, ആരോഗ്യം, വെൽത്ത്, റിലേഷൻഷിപ്പ്, മറ്റുള്ള റിലേഷൻഷിപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉറക്കമില്ലാതെ കരഞ്ഞു വളരെ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലൂടെയൊക്കെ പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സൗന്ദര്യം, ആരോഗ്യം, മണി, ഇതിനെയെല്ലാം അപ്പുറത്തുള്ള നല്ല റിലേഷൻഷിപ്പുകൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങളോ ഒക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒരു മടുപ്പോടെ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്നിട്ട് ഇപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. അത് നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് കളയുക. ആ ഒരു അവസ്ഥയെ, ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയെ, നിങ്ങളുടെ വേദനകളെ എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് തുടച്ചു നീക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് കാർഡ് പറയുന്നത്. സ്വാശ്രയത്വം നേടുക. അതായത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ സാമ്പത്തികമായിട്ടും റിലേഷൻഷിപ്പും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ തന്നെ സ്നേഹിച്ച്, സ്വയം സ്നേഹിച്ച്, സ്വാശ്രയത്വം നേടി അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുക എന്നാണ് പറയുന്നത്. ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ വരാൻ തന്നെയാണ് പറയുന്നത്. അതായത് ടെമ്പറൻസ്, നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിയാതെ പോയാൽ, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നു. നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു നഷ്ടപ്പെടലിനെയൊക്കെ മറികടന്ന് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങൾ അതിന് ശ്രമിച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ സ്വർണ്ണക്കടൽ തന്നെയുണ്ട്. അതായത്
നിങ്ങൾ ഇപ്പോൾ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റിൽ ആ ഒരു വേദനയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നിധിയെ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തെ, ആ ഹാപ്പിനെസ്സിനെ അല്ലെങ്കിൽ സമൃദ്ധിയെ അതൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ ഇരുട്ടിൽ അകപ്പെട്ട പോലെ നിൽക്കും. പക്ഷേ നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളിലേക്ക് നോക്കി നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ ഒരു വലിയ സന്തോഷം, സമൃദ്ധിയൊക്കെ നിങ്ങൾക്ക് മുൻപിലുണ്ട് എന്നാണ് 3 of Wands പറയുന്നത്. ഒരു സ്വർണ്ണക്കടലാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അഭിവൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു കടൽ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ നെഗറ്റിവിറ്റിയെ, ആ വേദനയെ എല്ലാം നിങ്ങൾ മറികടന്ന് പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ അങ്ങനെയൊക്കെ തീരുമാനിച്ച് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങളുടെ ആ പാസ്റ്റിലുള്ള ആ പെയിനെ നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് മായ്ച്ചു കളഞ്ഞിട്ട് പുതിയ നിങ്ങളായിട്ട് മാറുമ്പോൾ മറ്റുള്ളവരെ സഹകരണം നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് ഗുണമുള്ള വ്യക്തികളിൽ നിന്നിട്ട് നിങ്ങൾക്ക് സഹകരണം, നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തൊരു സഹായമോ ഒരു അഭിപ്രായമോ എന്ത് കാര്യങ്ങളായാലും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് ഗുണം നൽകുന്ന വ്യക്തികളെ മനസ്സിലാക്കാനും അവർ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾക്ക് ഗുണം നൽകുന്ന കാര്യങ്ങൾ ചെയ്തു തരാനുമുള്ള സാഹചര്യം വരുന്നു എന്നാണ് 3 of Pentacles പറയുന്നത്. ദ ഫൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പുതിയൊരു പുനർജന്മം, നിങ്ങളുടെ ആ പാസ്റ്റിലെ ആ വേദനകളെയൊക്കെ മറന്നിട്ട് ഒരു പുതിയൊരു പുനർജന്മം നിങ്ങൾ എടുത്ത് അണിയേണ്ടതുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ പഴയ പാസ്റ്റിലെ ആ വേദനകളെയൊക്കെ കളഞ്ഞിട്ട്, ഈ ഫൂൾ എന്ന് പറയുന്നത് ആ ഒരു ഫൂളിൻ്റെ കയ്യിലുള്ള പാണ്ടക്കെട്ടിൽ ഒന്നുമില്ല, അതായത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഭാണ്ഡമാണ് അയാളുടെ ആ ബാക്കിൽ ഉള്ളത്. കാരണം അയാളുടെ ആ വേദനകളുടെ ഭാണ്ഡമൊക്കെ അയാൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഫ്രീ ആയിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകേണ്ടത്. അതുപോലെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എപ്പോഴും ഏതെങ്കിലും നല്ല വ്യക്തികൾ, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു പുതിയ ജീവിതം, ആ ഒരു പഴയ വ്യക്തിത്വത്തിൽ നിന്നൊക്കെ മാറിയിട്ട്, പൂർണ്ണമായിട്ടും മാറി നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് ഈ വേദനയിൽ നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനയൊക്കെ പാടെ മറന്നിട്ട് അതിനൊക്കെ അവോയ്ഡ് ചെയ്ത് കളയുക. ജീവിതത്തിൽ അത് കഴിഞ്ഞു പോയി, പാസ്റ്റിലുള്ളതാണ്, അത് കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾക്ക് പ്രസന്റിലാണ് ജീവിക്കേണ്ടത്. ആ പ്രസന്റിൽ നിങ്ങളെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. നിങ്ങളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നിനും നിൽക്കാതെ പുതിയൊരു വ്യക്തിയായി പുതിയൊരു കാര്യങ്ങളിൽ ചിന്തിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷങ്ങൾ വരുന്നു അതിലെല്ലാം നിങ്ങൾ സന്തോഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങളത് മനസ്സിലാക്കാതെയാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾ ആ നഷ്ടപ്പെട്ട പ്രണയമോ, ആ വ്യക്തി ചതിച്ചു പോയല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ ചതിച്ചു പോയ വ്യക്തിയാവോ, ചതിച്ചു പോയവരവർ പോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫുണ്ട്. ആ ഒരു ലൈഫിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് നിങ്ങൾ വരിക എന്നാണ് ദ ഫൂൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ 6 of Wands വിജയമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അതായത് നിങ്ങൾ ലൈഫിൽ ശ്രീലാളിതനായിട്ട് കുതിരപ്പുറത്തേറി പോകുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. മറ്റുള്ളവരെ അകമ്പടി സേവിക്കുന്നു. അപ്പോൾ ഒരു രാജാവിനെ പോലെ വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് 6 of Wands പറയുന്നത്. അടുത്ത കാർഡ് ദ ഹെർമിറ്റ് ആണ്. നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ചിട്ട് കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അല്ലാതെ മറ്റ് നഷ്ടപ്പെട്ട ആള്, നമുക്ക് അവരില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, അവര് സ്നേഹമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അവർ എന്നിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മളെ സ്നേഹിക്കാനോ നമ്മളിലേക്ക് ഒരു നോക്കാനോ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവാനോ സാധിക്കില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക, നിങ്ങളെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവും. നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ശക്തി ആർജിച്ച് മുന്നോട്ട് പോയാലേ മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ചിട്ടൊരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഉപേക്ഷിച്ച് പോയവർക്ക് നഷ്ടബോധം, അല്ലെങ്കിൽ അവർ ഇത്രയും വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തിട്ട്, അവരെ കുറിച്ച് ചിന്തിക്കാതെ, അവരെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കാതെ, അവർ വിളിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ, അവരെ പുറകെ പോയിട്ട് സ്നേഹം കെഞ്ചാതെ
നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾ സ്വയം പര്യാപ്തത നേടുക. അങ്ങനെ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെയധികം വാല്യൂ ഉണ്ടാവും. അല്ലാതെ അവരുടെ പിറകെ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ട് എന്നെ ഉപേക്ഷിച്ച് പോകല്ലേ അങ്ങനെ ഒരു രീതിയിൽ അവരുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ അവരെ സ്റ്റാറ്റസ് നോക്കുക, അല്ലെങ്കിൽ അവർ ഓൺലൈനിൽ വന്നു പോകുന്ന സമയം നോക്കുക. അങ്ങനെയൊക്കെ നോക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ ഇല്ലാതെയാക്കുന്നു എന്ന് പറയാം. നിങ്ങൾ അവരെ പാടെ അവഗണിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയവരാണെങ്കിൽ മാത്രം കേട്ടോ, നിങ്ങളെ വല്ലാതെ ചതിച്ച് നിങ്ങൾക്ക് ഹർട്ടായിട്ട് നിങ്ങൾ വളരെ വേദനയോട് കൂടി കഴിയുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പഠിക്കുക. അവരെ കുറിച്ചിട്ട് ചിന്തിക്കുകയോ അവരുടെ സ്റ്റാറ്റസ് നോക്കാനോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാനോ ഒന്നും ശ്രമിക്കാതെ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളെ അവസ്ഥ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും, തനിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അവരില്ലെങ്കിലും നമുക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു വാശിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ. അവരുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് ജീവിക്കാൻ പറ്റുക. ഞാൻ എന്നെ സ്നേഹിച്ചാൽ മാത്രം ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. നിങ്ങളെ തന്നെ പ്രണയിക്കുക. പേജ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളെ തന്നെ പ്രണയിക്കുക. അതായത് കഴിഞ്ഞു പോയ പ്രണയത്തെ കുറിച്ച് ആലോചിച്ചിട്ട് 9 ഓഫ് സോർഡ്സ്, ഉറക്കമില്ലാതെ എനിക്കിരിക്കുന്ന ആ വിഷമിച്ചിരിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ആ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുക. അതാണ് പറയുന്നത്. ദ മജീഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ റിസോഴ്സും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നിട്ട് ലഭിക്കാൻ പോകുന്നു. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തരാൻ യൂണിവേഴ്സ് തയ്യാറായിരിക്കുന്നു എന്നാണ് മജീഷ്യൻ കാർഡ് പറയുന്നത്. അതായത് എല്ലാ റിസോഴ്സും എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് യൂണിവേഴ്സ് നൽകാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് സമൃദ്ധമായി നൽകി. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തെ പരിപോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് എല്ലാ സമൃദ്ധിയും സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ മാത്രം സ്നേഹിക്കുക. നിങ്ങളെ ഉപേക്ഷിച്ച് പോയവര്, നിങ്ങളെ ചതിച്ചിട്ട് പോയവര്, നിങ്ങളുടെ വേദന കാണാതെ നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നിൽക്കാത്ത വ്യക്തികൾ, അവർക്ക് വേണ്ടി ഇനി നിങ്ങൾ കരയാതിരിക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യാതിരിക്കുക, ഉറക്കമില്ലാതെ ഇരിക്കുക. അങ്ങനത്തെ അവസ്ഥകൾ മാറ്റിയിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ലൈഫിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് കാര്യമായാലും, സ്നേഹമായാലും പണമായാലും സമയമായാലും, നിങ്ങളുടെ വിലപ്പെട്ട സമയം അത് മറ്റുള്ളവർക്ക് വെറുതെ നൽകാതെ അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയവും എന്ത് കാര്യവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു പോയ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കും. അല്ലാതെ നിങ്ങൾ കരഞ്ഞിരുന്ന് നിങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് ഒരു വാല്യൂ അവർ നിങ്ങൾക്ക് തരില്ല. കാരണം അവരെപ്പോൾ ചെന്നാലും അവിടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വന്നാലും ഒരു സോറിയോ എന്തെങ്കിലും പറഞ്ഞു വന്നാലും നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കും, ഞാനില്ലെങ്കിലും മറ്റാരില്ലെങ്കിലും നിങ്ങളെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് മറ്റുള്ളവർക്കും ആ അപ്പുറം നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്കും സാധിക്കും. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കും അവരില്ല എങ്കിലും നമ്മൾ ജീവിക്കുമെന്ന്. വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്, ആരില്ലെങ്കിലും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പിന്നെ അവരെ പുറകെ പോകാനായിട്ട് നിങ്ങൾക്ക്
തോന്നില്ല. അവർ വന്നാൽ പോലും അവരെ പുറകെ പോകാൻ നിങ്ങൾക്ക് തോന്നില്ല. കാരണം വീണ്ടും നിങ്ങൾക്ക് വേദനയിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല. അത്രയും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ വേദനയെ ആഗ്രഹിക്കില്ല. നിങ്ങളിപ്പോഴുള്ള ആ സന്തോഷം, ആ ഒരു സമാധാനം, ആ ഒരു സംതൃപ്തി, ആ ഒരു സമൃദ്ധിയൊക്കെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ സ്നേഹിക്കും. അതുകൊണ്ട് ആണ് പറയുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് ലവ് അതാണ് ഏറ്റവും വലുത്. നിങ്ങളെ വേദനിപ്പിച്ചവരെ കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതെ, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്താതെ, നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്താതെ, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്താതെ എല്ലാം നിങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോവുക. ഇത്രയും കാലം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ. ഇനി മുന്നോട്ട് നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളുടെ എല്ലാം നേടിയെടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യൂണിവേഴ്സ് നൽകാൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കത് ലഭ്യമാകും. നിങ്ങളുടെ സന്തോഷം, സമാധാനം, ആരോഗ്യം, എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സമ്പത്ത് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടിപടിയായിട്ട് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിച്ച് നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പാസ്റ്റിനെ കുറിച്ചിട്ട്, പാസ്റ്റിലെ വേദനകളെ നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾ പ്രസൻറ്റിൽ നിങ്ങളെ തന്നെ സ്നേഹിച്ച് ജീവിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ആയുരാരോഗ്യവും ഒക്കെ യൂണിവേഴ്സ് സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.